ഈ വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF-ലേക്കാണ് ഈ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കോൺസ്റ്റബിളിലേക്കും SI പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് RPF 2/2024 അപ്പോൾ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ഏപ്രിൽ 2024 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്, അതാണ് ഈ പോസ്റ്റിൻ്റെ പേര്. 15 ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് RRBയുടെ സൈറ്റിലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14 മെയ് 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ വരുത്തണമെങ്കിൽ 15 മെയ് മുതൽ 24 മെയ് വരെ ടൈമുണ്ട്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പോസ്റ്റ് വരുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് 7th പേ കമ്മീഷൻ. ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ്. ലെവൽ 3 വരുന്നതാണ്. ലെവൽ 3 എന്ന് പറയുമ്പോൾ ബേസിക് പേ 21,700 അതുകൂടാതെ തന്നെ DA വരുന്നതായിരിക്കും. DA ഇപ്പോൾ 50% DA, പിന്നെ HRA കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടി ഏകദേശം ഒരു 35 അടുത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. ഏജ് വരുന്നത് 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അത് ജൂലൈ 1, 2024 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18 മുതൽ 28 വയസ്സ് വരെയാണ്. ടോട്ടൽ വേക്കൻസി വരുന്നത് കോൺസ്റ്റബിൾ പോസ്റ്റിന് ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റബിൾ പോസ്റ്റ് 4208 വേക്കൻസീസ് ആണ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉള്ളത്. ഈ 4208 വേക്കൻസീസിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 3577 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 631 വേക്കൻസീസുമാണുള്ളത്. എക്സ് സർവീസ്മെൻറ്റിന് മാത്രമായിട്ട് 420 വേക്കൻസീസും ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് 3577-ന് UR-ലേക്ക് 1450, SCക്ക് 500 എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 631 വേക്കൻസിക്ക് UR വേക്കൻസി വരുന്നത് 256 ആണ്. OBC 170, EWS 63, SC 95, ST 47. അങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഈ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സ്റ്റേജസ് വരുന്നത് ഫസ്റ്റ് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം അതിൻ്റെ മാർക്ക് അനുസരിച്ച് നിങ്ങളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടാവുന്നതായിരിക്കും. ഈ കമ്പ്യൂട്ടർ ഓൺലൈൻ ടെസ്റ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നതായിരിക്കും. 1/3 മാർക്ക് എല്ലാ റോങ് ആൻസറിനും 1/3 മാർക്ക് കട്ടാവുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ വയസ്സിളവിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC നോൺ ക്രിമിലെയറിന് 3 വർഷത്തെ വയസ്സിളവും കിട്ടുന്നതായിരിക്കും. എക്സ് സർവീസ്മെൻ അവരുടേതായ വയസ്സിളവിൽ ലഭിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ വിഡോ, ഡൈവേഴ്സ്, ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരീഡ് അങ്ങനത്തെ കാറ്റഗറിക്കും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് 18 മുതൽ 28 എന്ന് പറയുന്നത് UR ആൻഡ് EWS ആണെങ്കിൽ 2 ജൂലൈ 1996 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1 ജൂലൈ 2006 ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. OBC ആകുമ്പോൾ 2 ജൂലൈ 93 മുതൽ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 2 ജൂലൈ 91 മുതൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. 10th പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫീസ് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ബട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് 500 രൂപ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 ആണ് വരിക. പിന്നെ SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനും മൈനോറിറ്റീസിനും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിനും ഇവർക്കൊക്കെ 250 ആണ് വരിക. അതുപോലെ തന്നെ ഈ 250 വരുന്നവർക്ക് നിങ്ങൾക്കിത് നിങ്ങൾ CBT എക്സാം ഓൺലൈൻ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ 250 റുപ്പീസ് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സൊക്കെ 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അവർക്ക് നിങ്ങൾക്ക് 400 രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്താൽ. മൈനോറിറ്റീസിൽ 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. മൈനോറിറ്റീസിൽ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 250 റുപ്പീസ് ആയിരിക്കും അപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 250 ആണ് വരിക. ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ 10th ലെവലായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് ആയിരിക്കും ഇതിന് കറക്റ്റ് ആൻസറിന് കിട്ടുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 1/3 മാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഓൺലൈൻ മാർക്കിൻ്റെ CBTൻ്റെ സ്കോർ നിങ്ങളെ ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനും ഒക്കെ നിങ്ങളുടെ ഈ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ബേസിൻ്റെ ഇതായിരിക്കും നിങ്ങളെ വിളിക്കുക. ഈ CBTയുടെ സിലബസ് എന്ന് പറയുന്നത് അറിത്മെറ്റിക് 35 മാർക്ക്, അതായത് 10th മാത്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 35 മാർക്കിന് വരിക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്. ജനറൽ അവയർനെസ്സിൻ്റെ 50 മാർക്സിൻ്റെ വരുന്നതായിരിക്കും. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, സയൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ നോക്കാം.
ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1600 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 45 സെക്കൻഡ്, ലോങ് ജമ്പ് 14 ഫീറ്റ്, ഹൈ ജമ്പ് 4 ഫീറ്റ്. ഇനി നിങ്ങൾ ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 800 മീറ്റർ ആയിരിക്കും ഓട്ടം. അത് 3 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ലോങ് ജമ്പ് 9 ഫീറ്റ്, ഹൈ ജമ്പ് 3 ഫീറ്റ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മിനിമം ഹൈറ്റ് വേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജനറൽ OBC EWSന് മെയിൽ കാൻഡിഡേറ്റ്സ് 165 സെൻറ്റിമീറ്റർ മിനിമം വേണം. SC STക്ക് 160 വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ജനറൽ EWS OBC ആണെങ്കിൽ 157 മിനിമം ഹൈറ്റ് വേണം. SC STക്ക് 152 മതി. അതുപോലെ തന്നെ ചെസ്റ്റ് അൺഎക്സ്പാൻഡഡ് ആണെങ്കിൽ 80യും URന് മെയിൽ കാൻഡിഡേറ്റ്സിന് 80ആണ് വേണ്ടത്. SC STക്ക് 76.2. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻസ് ഒക്കെ വരിക, ക്വാളിഫയിങ് വരിക. PETയും അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ നിങ്ങളുടെ ക്വാളിഫയിങ് മാത്രമാണ്. അതിന് മാർക്സ് ഒന്നും നോക്കുന്നില്ല. മാർക്സ് നിങ്ങളുടെ ഫസ്റ്റ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ മാർക്സും. അതിനനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് വരെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള മെയിൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും സെലക്ഷൻ കഴിഞ്ഞിട്ട്. അതവരുടെ ഏതെങ്കിലും RPF ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ പോകേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ RRB വെബ്സൈറ്റ് നിങ്ങൾ അതിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ട്രിവാൻഡ്രത്തിൻ്റെ RRB വെബ്സൈറ്റ് വരുന്നത് www.rrbtrivandrum.gov.in. ബാക്കി ഇതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷൻ മെയിൻ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. 15 ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ താഴെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഫോർമാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജോബ് അന്വേഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 10th പാസ്സായ ആർക്കും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്തു.